കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. കേരളത്തിൻ്റെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരളത്തിലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഈ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനും. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടുള്ളത്? കടുവ സംരക്ഷണമാണ് കോർബറ്റ് ദേശീയ പാർക്കിൽ സംരക്ഷിക്കുന്നത്. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഡിസംബർ ഫെബ്രുവരിയാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കുന്നത് കടുവയാണ്. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ആണ്. ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവ്വഘട്ടം. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവ്വഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് മഹാനദി. നർമ്മദ, പെരിയാർ, സിന്ധു ഇതൊക്കെ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവ്വഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് മഹാനദി. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. 38,863. കേരളത്തിലെ ഏറ്റവും വടക്കേടുത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വടക്കേടുത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേടുത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം, തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. മണിയാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയിലാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറൂഖ്, പാലക്കാട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് 966. ഇത് ഫറൂഖിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്നു. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്നത് ഫറൂഖിനെയും പാലക്കാടിനെയുമാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇത് മാനക രേഖാംശം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്.